കഞ്ചാവ് ചെടി വെട്ടി നശിപ്പിച്ചതിന് കർഷകനോട് യുവാവിന്റെ കൊടും ക്രൂരത. 300-ലധികം വാഴകളാണ് വെട്ടി നശിപ്പിച്ചത്. അരിശം തീരാതെ കൊന്നു കളയുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന റിപ്പോർട്ടിലേക്ക്. വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയ കഞ്ചാവ് ചെടി പോലീസിന്റെ സാന്നിധ്യത്തിൽ വെട്ടിയതിന് പ്രതികാരമായി ഒരു തോട്ടം മുഴുവൻ വെട്ടി നശിപ്പിച്ച അനുഭവമാണ് മാനന്തവാടി തൃശ്ശിലേരിയിലേത്. തൃശ്ശിലേരി മുത്തുമാരി സെറ്റിൽമെന്റ് ഉന്നതിയിലാണ് സുധീഷ് വെള്ളച്ചാലിന്റെയും കൃഷ്ണപ്രകാശിന്റെയും വീട്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ സുധീഷ് വീട്ടുവളപ്പിൽ നട്ട കഞ്ചാവ് ചെടികൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ വെട്ടിക്കളഞ്ഞത് കൃഷ്ണപ്രകാശ്. സുധീഷ് പിന്നീട് കൃഷ്ണപ്രകാശിന് നേരെ ഭീഷണി തുടർന്നു. 2 ദിവസം മുമ്പ് ഇദ്ദേഹത്തിന്റെ പിലാക്കാവ് മണിയങ്കുന്ന തോട്ടത്തിലെ 300ഓളം വാഴകളും വർഷങ്ങൾ പഴക്കമുള്ള കുരുമുളക് ചെടികളും സുധീഷ് വെട്ടി നശിപ്പിച്ചു. വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ എൻ്റെ മൊത്തം വാഴ 300 വാഴയും വെട്ടിക്കളഞ്ഞു. 20-25ഓളം കൊടികൾ ഒരു വെട്ടി അരിഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു. പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും തന്റെ കുടുംബത്തെ ആക്രമിക്കുമെന്ന് സുധീഷ് വാട്സപ്പിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും കൃഷ്ണപ്രകാശ്. ഫേസ്ബുക്കിൽ പിന്നെ വധഭീഷണി, കൊല്ലും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വധഭീഷണിയും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കളെ കൊല്ലുമെന്നും പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭീഷണി. ഇനിയും പ്രതികാരം തീർന്നിട്ടില്ല, ഇനിയും ചെയ്യും എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിച്ചിട്ടുള്ളത്. തിരുനെല്ലി സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് കേസിൽ പ്രതിയായി ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങി നടന്നിരുന്ന സുധീഷ് നേരത്തെയും ഈ കൃഷിത്തോട്ടം വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. അന്ന് പരാതി നൽകിയിട്ടും ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ഉണ്ടായതെന്നും ആരോപണമുണ്ട്. 24 വയനാട്.